അപ്പം രാത്രിത്തെ ഫുഡിനുള്ള പരിപാടിയാണ് കേട്ടോ. എൻ്റെ കിച്ചൂണിനാണെങ്കിൽ എൻ്റെ കൂടെ ഹെൽപ്പിനുണ്ട്. ഇത് ഞങ്ങളുടെ ഭാഷയാണേ. കിച്ചൂണാണ് എന്തൊക്കെയോ സംസാരിക്കും, തെറി വിളിക്കുവാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല, എനിക്കും ഒന്നും മനസ്സിലാകാറില്ല. കിച്ചൂണിന്റെ ഭാഷയിൽ കിച്ചൂടെ ഞങ്ങളോട് എന്തൊക്കെയോ പറയും, ആ ഭാഷയിൽ തന്നെ തിരിച്ച് ഞങ്ങളും എന്തൊക്കെയോ പറയും. കിച്ചൂണിനപ്പം എന്തൊക്കെയോ മനസ്സിലാകുന്ന പോലെയാണ് തിരിച്ച് മറുപടിയൊക്കെ പറയാറ് കേട്ടോ. കിച്ചു ആണെങ്കിൽ ആളൊരു ദോശക്കൊതിയനാണ്. എപ്പം ദോശ ഇടാൻ തുടങ്ങിയാലും ആളോടെ. ഞാൻ നല്ല വട്ടത്തിൽ ദോശ ഇട്ടപ്പോൾ എൻ്റെ കെട്ടിയവനാണെങ്കിൽ കണ്ണേക്കിടി ഓടി വന്ന് എനിക്കും ചൂടാൻ അറിയാമെന്നും പറഞ്ഞ് മേടിച്ചങ്ങ് ചൂട്ടു. പക്ഷെ ഇടയ്ക്ക് വെച്ചൊന്ന് പാളിപ്പോയി. പിന്നെ അങ്ങനെ പാച്ച് വർക്കൊക്കെ ചെയ്ത് റെഡിയാക്കി. ഇന്ന് നല്ല ഗോതമ്പ് ദോശയും നല്ല കൊടമ്പുളി ഇട്ട് വറ്റിച്ച് നമ്മുടെ മീൻകറിയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തൊരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. എൻ്റെ കിട്ടിയവന് ഗോതമ്പ് ദോശ അത്ര പിടുത്തമല്ല. പക്ഷെ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ എത്ര ദോശ വേണമെങ്കിലും അകത്ത് പോകും കേട്ടോ, ഒരു വിഷയമില്ല. എനിക്ക് പിന്നെ ഗോതമ്പ് ദോശയ്ക്ക് പണ്ടേ ഇഷ്ടമാണ്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വന്ന് നമ്മുടെ ദോശക്കൊതിയൻ. അവന് ഫുഡ് കൊടുത്താലും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഒരു പങ്ക് അവന് കൊടുക്കണം കേട്ടോ, അതവന് നിർബന്ധമാണ്. ഇനി നമ്മൾ കഴിക്കുന്നത് വേറെന്തെങ്കിലും ഫുഡാണോ എന്ന് അറിയാനുള്ള അടവാണോ എന്നൊരു സംശയമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.